ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥനത്തിൽ ബൈബിളിലെ പഴയ നിയമത്തിലെ 28-ാമത്തെ പുസ്തകമായ ഹോശേയ പ്രവചനമാണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ഹോശേയ പ്രവചനത്തിലെത്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യം പൊതുവായിട്ട് ഓർത്തിരിക്കാനായിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ വിഭജനം ഓർക്കുന്നുണ്ടെങ്കിൽ 17:5-17 ആദ്യത്തെ 17 ചരിത്രമായിരുന്നെങ്കിൽ അവസാനത്തെ 17 പ്രവചനമാണ്. ഈ 17-നെ നമുക്ക് 5-12 എന്ന് തിരിക്കാം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. പഴയ നിയമത്തിൽ ആദ്യത്തെ 17 5 പഞ്ചഗ്രന്ഥങ്ങളും 12 ചരിത്ര പുസ്തകങ്ങളും. പ്രവചന പുസ്തകത്തിലെ ആദ്യത്തെ 5 വലിയ പ്രവാചകന്മാരും പിന്നെ വരുന്ന 12 ചെറിയ പ്രവാചകന്മാരും. അപ്പോൾ ഹോശേയ പ്രവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെറിയ പ്രവാചകന്മാർ, മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഹോശേയ മുതൽ മലാഖി വരെയുള്ള 12 പുസ്തകങ്ങൾ ചെറിയ പ്രവാചകന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പുസ്തകം ചെറുതാണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പുസ്തകത്തിൻ്റെ വലിപ്പം നോക്കിയിട്ടാണ്, ഉള്ളടക്കം നോക്കിയിട്ടല്ല ചെറുത് വലുത് എന്ന് തിരിച്ചിരിക്കുന്നത്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡാനിയേൽ പ്രവചനം ഒരു മേജർ പ്രോഫറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. 12 അധ്യായങ്ങളേ ഉള്ളൂ. ഇനി പഠിക്കാൻ പോകുന്ന ഹോശേയ പ്രവചനത്തിന് മൈനർ പ്രോഫറ്റ് എന്നാണ് പറയുന്നത്. എത്ര അധ്യായമുണ്ട്? 14 അധ്യായങ്ങളുണ്ട്. അപ്പം ആ ലെങ്ത് നോക്കിയിട്ട് മാത്രമുള്ള ഒരു തിരിവാണ് എന്ന് പ്രത്യേകം അറിയണം. ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് പ്രവാസം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പ്രീ എക്സൈലിക്കായിട്ട് ഈ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് പ്രവാസത്തിന് മുമ്പുള്ള 9 പ്രവാചകന്മാരുണ്ട്, പ്രവാസത്തിന് ശേഷമുള്ള 3 പേരുണ്ട്. അങ്ങനെയാണ് 9 3 12. ഈ പ്രവാചകന്മാർ ഇസ്രായേലിനോടും യഹൂദയോടും 2 രാജ്യങ്ങളോടും പ്രവചിച്ചിട്ടുള്ളവരാണ്. ചിലരൊക്കെ സഞ്ചരിച്ച് തന്നെ പ്രവചിക്കുന്നവരായിരുന്നു. ഈ പ്രവാചകന്മാരെല്ലാവരും തന്നെ ആ കാലഘട്ടത്തിലെ സുവിശേഷകന്മാരെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അന്ന് ജനം 10 കൽപ്പനകൾ ലംഘിച്ചു, ന്യായപ്രമാണം അനുസരിച്ചില്ല, ദൈവത്തെ ത്യജിച്ചു, ദൈവമില്ലാത്ത ജാതികളുമായിട്ട് ബന്ധങ്ങളിൽ പ്രവേശിച്ചു, രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടുള്ള അധപതനത്തിലേക്ക് പോയി. അപ്പോൾ വിഗ്രഹാരാധനയും ലൈംഗിക അരാജകത്വവും ഒക്കെ വന്നപ്പോൾ സ്വാർത്ഥപരമായ വഴിയിൽ മുന്നോട്ട് പോയപ്പോൾ, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ മടക്കി ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ടാണ് ഈ പ്രവാചകന്മാരെല്ലാവരും ഉത്സാഹിച്ചത്. ഒരു പക്ഷേ ഈ ചെറിയ പ്രവാചകന്മാരിൽ ഒന്നാമത് ഹോശേയ ഇരിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം ഹോശേയ ഒരു ശാസകനാണ്. അദ്ദേഹം ആളുകളോട് മടങ്ങി ദൈവത്തിങ്കിലേക്ക് വരിക എന്നാവശ്യപ്പെട്ട ആളാണ്. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ, ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. പുരോഹിതന്മാരെ കേൾക്കുവിൻ, ഇസ്രായേൽ ഗൃഹമേ ചെവി കൊള്ളുവിൻ, രാജഗൃഹമേ ചെവി തരുവിൻ. നിങ്ങൾ മിസ്പയ്ക്ക് ഒരു കെണിയും താബോരിന്മേൽ വിരിച്ച വലയും ആയിത്തീർന്നിരിക്കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു. ഞാനോ അവർക്ക് ഏവർക്കും ഒരു ശാസകനാകുന്നു. ഒരു ശാസകനാകുന്നു കണ്ടോ? അപ്പോൾ ഒരു ശാസകൻ, അവരെ വഴക്ക് പറഞ്ഞ് നേരെ വഴിക്ക് കൊണ്ടുപോകുന്നവൻ. 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതിന്, കണ്ടോ, അവർ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല. പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്. പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്. അവർ യഹോവയെ അറിയുന്നതുമില്ല. അവർ യഹോവയെ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അഹംഭാവം, ഇസ്രായേലിന്റെ അഹംഭാവം ദൈവത്തിന് എപ്പോഴും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അഹംഭാവം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇസ്രായേലും എഫ്രയീമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറി വീഴും, യഹൂദയും അവരോട് കൂടെ ഇടറി വീഴും. അപ്പം അവരുടെ അകൃത്യങ്ങളിൽ നിന്ന്, അവരെ അഹങ്കാരത്തിൽ നിന്ന്, പരസംഗത്തിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവരുന്നതിനായിട്ടാണ് ഈ ചെറിയ പ്രവാചകന്മാരെല്ലാവരും തന്നെ ഉത്സാഹിച്ചത് എന്ന് ഓർക്കുക. അവരുടെ എല്ലാം ഒരു പ്രതിനിധിയെ പോലെയാണ് ഹോശേയ നിൽക്കുന്നത്. ഹോശേയ തൻ്റെ പ്രവചനത്തിൽ 15 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. റിട്ടേൺ അൺടു ദ ലോർഡ്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാട്ട്. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. കണ്ടോ, വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. 14-ന്റെ 1 അവസാനത്തെ അധ്യായമായ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 15 പ്രാവശ്യം. നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക,
യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, റിട്ടേൺ അണ്ടു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്ന 12 പുസ്തകങ്ങളിലും ഈ ഒരു ആഹ്വാനം കേൾക്കുവാനായിട്ട് കഴിയും. ഞാനിപ്പോൾ പറഞ്ഞത് ചെറിയ പ്രവാചകന്മാർക്കുള്ള ഒരു ചെറിയ ആമുഖമാണ്, an introduction to minor prophets. നമുക്കിനി ഓരോരോ പുസ്തകങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തേത് ഹോശയ പ്രവചനമാണല്ലോ. ഹോശയ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കിയാൽ യഹോവ ശുവ, യോശുവ, ഗോഡ് ഈസ് മൈ സാൽവേഷൻ, യഹോവ ഈസ് മൈ സാൽവേഷൻ, യഹോവ എൻ്റെ രക്ഷയാകുന്നു എന്നാണ്. അതെവിടെ നിന്നാണ് വരുന്നത്, ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കിയാട്ട്. സംഖ്യ 13:16. മോശ നൂൻ്റെ മകനായ ഹോശേയയ്ക്ക് യോശുവ എന്ന് പേരിട്ടു എന്ന് നാം അവിടെ കാണുന്നു. എന്നാൽ മോശെ നൂന്റെ മകനായ ഹോശേയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. അപ്പോൾ യോശുവയും ഹോശയും ഒന്ന് തന്നെയാണ്. 1 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നോക്കിയാട്ട് നൂൻ്റെ മകൻ യഹോശുവ അല്ലെങ്കിൽ യോശുവ, യഹോശുവ. അവന്റെ മകൻ നൂൻ, അവന്റെ മകൻ യഹോശുവ. യഹോശുവ. അപ്പോൾ യോശുവയുടെ ശരിക്കുള്ള പേരെന്താണ്? യഹോശുവ അല്ലെങ്കിൽ ഹോശയ എന്നാണ്. എൻ്റെ അർത്ഥം യഹോവ ഈസ് മൈ സാൽവേഷൻ, യഹോവ എൻ്റെ രക്ഷയാകുന്നു. അത് തന്നെയാണ് യേശു, അല്ലേ? അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പം രക്ഷിക്കുന്ന ദൈവം എന്നാണ് ഹോശയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നമുക്ക് ഹോശയ ഒന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. ഹോശയുടെ സ്വദേശം, കുടുംബം, ഈ കാര്യങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ കാര്യമായ പരാമർശം ഇല്ല. അദ്ദേഹം പ്രവചിച്ചത് വടക്കേ രാജ്യമായ ഇസ്രായേലിലായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ തെക്കേ രാജ്യമായ യഹൂദയെ പറ്റിയും പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈനർ പ്രോഫറ്റ്സ് എല്ലാം 2 സ്ഥലത്തുമുള്ള ആളുകൾക്ക് പ്രവചനം നൽകിയിട്ടുണ്ട്. യെശയ്യാവ്, മീഖ, ആമോസ്, യോന എന്നിവരുടെ സമകാലികനായിരുന്നു ഹോശയ. അപ്പൻ്റെ പേര് നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ലഭ്യമാണ്. അപ്പൻ്റെ പേര് ബെയേരി എന്നായിരുന്നു. ബെയേരിയുടെ മകനായ ഹോശയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബെയേരിയുടെ മകനായ ഹോശയ്ക്ക് അരുളപ്പാടുണ്ടായി. ബെയേരിയുടെ മകൻ, ബെയേരിയെക്കുറിച്ച് ബാക്കി വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഭാര്യയുടെ പേരുണ്ട്, ദിബ്ലയീമിൻ്റെ മകളായ ഗോമർ. ദിബ്ലയീമിൻ്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. ഗോമർ ഭാര്യയുടെ പേരാണ്. 2-ാം വാക്യത്തിൽ അവൾ ദുർനടപ്പുകാരിയും ആ വഴിക്ക് മക്കൾ ഉള്ളവളുമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യം. യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയായോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും, പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. മക്കളെ, പരസംഗത്തിൽ ജനിച്ച മക്കളും പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും അവളെ എടുക്കുക. അവളുടെ പേരാണ് ഗോമർ. ഈ ഒരു വിവാഹം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് വ്യക്തമാണല്ലോ, ദൈവം അങ്ങനെ പറഞ്ഞതുകൊണ്ട്. എന്തിനാ ദൈവം അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതൊരു പ്രതീകമാണ്. അതുവഴി ഇസ്രായേലിനൊരു സന്ദേശം നൽകാൻ വേണ്ടിയാണ്. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നു. 2-ാം വാക്യം മുഴുവനായിട്ടൊന്ന് വായിച്ചാട്ടെ. യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നു. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പ്രവാചകനെ ഒരു ഉപകരണമാക്കി പ്രതീകാത്മകമായിട്ടാണ് ഈ വിവാഹം ദൈവം നിർദ്ദേശിക്കുന്നത്. ഹോശയുടെ പ്രവചന കാലഘട്ടം ഇസ്രായേൽ ഭരിച്ച യൊരോബയാം 2-ാമൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് BC ഏതാണ്ട് 790-749 കാലഘട്ടത്തിലാണ്. അത് ഇസ്രായേലിൽ ഏറ്റവും സമ്പൽ സമൃദ്ധി ഉണ്ടായ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ യഹൂദ ഭരിച്ചിരുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത്. അപ്പം ഇവർ യഹൂദ ഭരിച്ചിരുന്നു. അപ്പോൾ ഇസ്രായേൽ ഭരിച്ചിരുന്നത് യൊരോബയാമാണ്. 2ആയിട്ട് വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തെക്കുറിച്ച് ഓർക്കുക. ഇവരുടെ കാലഘട്ടത്തിൽ യഹൂദയ്ക്ക് ഭൗതികമായിട്ടുള്ള ഉയർച്ച ഉണ്ടായതുകൊണ്ട്, ഭൗതിക ഉയർച്ച എപ്പോഴും എന്തിലേക്ക് പോകും? ആത്മീയ അധപ്പതനം. ഭൗതിക ഉയർച്ച ഉണ്ടായപ്പോൾ ആത്മീയ അധപ്പതനത്തിലേക്ക് അവർ പോയി. ഈ കാലഘട്ടത്തിൽ ഹോശയ ഏതാണ്ട് 60-70 വർഷം പ്രവചിച്ചു. യൊരോബയാം 2-ാമന് ശേഷം ഇസ്രായേൽ മറ്റ് 6 രാജാക്കന്മാരും കൂടി ഭരിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ അശക്തരായിരുന്നു. ആത്യന്തികമായിട്ട് അവർ അശൂർ പ്രവാസത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ യഹോവയെ വിട്ടുമാറിയിട്ട്
കാളക്കുട്ടിയെ ആരാധിക്കുകയും ദാനിലും ബഥേലിലുമൊക്കെ പ്രതിഷ്ഠ വെച്ചു കൊടുക്കുകയും പൂജാഗിരി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ നിയമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ നിലപാടുകൾക്കെതിരെയാണ് ഹോശയ പ്രവചിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. നമുക്ക് ആ കാര്യമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 2 രാജാക്കന്മാർ 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കണം. 1 രാജാക്കന്മാരും വായിക്കണം. നമുക്കിപ്പോൾ 1 രാജാക്കന്മാർ 12-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. എന്നിട്ട് 2 രാജാക്കന്മാരിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ബാക്കി നിങ്ങൾ ദയവായിട്ട് വായിക്കുക. 2 രാജാക്കന്മാർ 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. ഇപ്പോൾ 1 രാജാക്കന്മാർ 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ആദ്യം വായിക്കാം. 28-ാം വാക്യം. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇതാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ഈ ദൈവം ഇതാണോ കൊണ്ടുവന്നത്? അല്ല, അപ്പോൾ ദൈവത്തെ വിട്ടുമാറിയിട്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിട്ട് പറയുകയാണ് ഇതാണ് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതെന്ന്. മനസ്സിലായോ? 31-ാം വാക്യം, 31-ാം വാക്യം. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പൂജാഗിരി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ ആക്കി. 32, 33 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. യഹൂദായിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യൊരോബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു. ഞാൻ ഒരു ഉത്സവം ഉണ്ടാക്കി കൊടുത്തു. യഹൂദയിലുള്ള അല്ല, ഇവരൊരു പ്രത്യേക ഉത്സവം ഉണ്ടാക്കി കൊടുത്തു. യാഗപീഠത്തിങ്കിൽ ചെന്ന് താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബഥേലിലാക്കി. അവൻ സ്വമേധയായി നിശ്ചയിച്ച 8-ാം മാസം 15-ാം തീയതി. സ്വമേധയായി നിശ്ചയിച്ച, മറ്റേതൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തതാ. ഇത് സ്വമേധയായി നിശ്ചയിച്ച 8-ാം മാസം 15-ാം തീയതി താൻ ബഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കൽ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു. പീഠത്തിനരികെ ചെന്ന് ധൂപം കാട്ടി. ആണ്. അപ്പൊ അവര് ദൈവത്തെ വിട്ടുമാറി ഇതുപോലത്തെ അനാചാരങ്ങളിലേക്ക്, വിഗ്രഹാരാധനയിലേക്കും അതുപോലെ തന്നെ അൺബ്രിഡിൽഡ് സെക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അഴിച്ചു വിട്ടിരിക്കുന്ന ലൈംഗിക അരാജകത്വം, അതിലേക്കൊക്കെ നീങ്ങിപ്പോയി. 2 രാജാക്കന്മാർ 17-21 ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തെ വിട്ടുമാറി പാപം ചെയ്തു, ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചു. അങ്ങനെ ദൈവത്തെ വിട്ടുമാറിയ ഇവരുടെ നിലപാടിനെതിരെയാണ് ഹോശേയുടെ പ്രവചനം വരുന്നത്. എന്നിട്ട് റിട്ടേൺ അൺ ടു ദ ലോർഡ്. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിങ്കൽ നിന്ന് പറിച്ചു കളഞ്ഞു. അവർ നെബോത്തിന്റെ മകനായ യൊരോബെയാമിനെ രാജാവാക്കി. യൊരോബെയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറുവാൻ ഇടയാക്കി. യഹോവയെ വിട്ടുമാറുവാൻ ഇടയാക്കി. അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു. യഹോവയെ വിട്ടുമാറി അവരെ കൊണ്ട് പാപം അവർ ചെയ്തു, ജനത്തെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ടു ദ ലോർഡ്, ദൈവത്തിങ്കിലേക്ക്, യഹോവയെങ്കിലേക്ക് മടങ്ങി വരിക എന്ന സന്ദേശമാണ് ഹോശയ നൽകുന്നത് എന്ന് അറിയുക. ഇനി ഈ പ്രവാചകന്റെ ഭാര്യയും മക്കളെയും കുറിച്ച് 3-ാം വാക്യത്തിൽ നാം പരാമർശിച്ച 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവൻ ചെന്ന് ദിബ്ലിയാമിന്റെ മകളായ ഗോമേരിനെ പരിഗ്രഹിച്ചു. ദിബ്ലിയാമിന്റെ മകളും വ്യഭിചാരിണിയുമായ ഗോമറിനെ വിവാഹം കഴിക്കാൻ ദൈവം കൽപ്പിച്ചത് ഒരു സിംബോളിസമായിരുന്നു. അതനുസരിച്ച് വിവാഹം കഴിച്ചു. യഹോവയെ വിട്ട് അന്യദൈവങ്ങളെ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ചിത്രമാണ് ഈ വിവാഹത്തിലുള്ളത് എന്ന് അറിയണം. എങ്കിലും ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു. ദൈവം അവരുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. മക്കൾ 3 പേരുണ്ടായതായിട്ട് 4-ാം വാക്യത്തിലുണ്ട്. അത് ന്യായവിധിയുടെ, ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രതീകമാണ്. നമുക്ക് ആ 3-ാം വാക്യം 4-ാം വാക്യം വായിക്കാം. യഹോവ അവനോട് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഓക്കെ. യഹോവ അവനോട് അവനെ ഇസ്രായേൽ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കാം. ഇസ്രായേൽ എന്ന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ തിരുത്തി ശരിക്കും ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ജസ്രയേൽ എന്നാണ്. JEZREEL എന്നാണ്. അപ്പം ഇസ്രായേൽ എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ എന്നല്ല, ജസ്രയേൽ എന്നാണ്. ജസ്രയേൽ എന്ന് പറഞ്ഞാൽ ദൈവം വിതയ്ക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം വിതയ്ക്കും എന്നല്ല, ഗോഡ് സ്കാറ്റേഴ്സ്, ദൈവം ചിതറിക്കും എന്നാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? ചെതറിക്കുകയാണല്ലോ. ഒരുമിച്ചൊരു പാത്രത്തിൽ ഇരിക്കുന്ന, ഒരു കൊട്ടയിലിരിക്കുന്ന ധാന്യം കയ്യിലെടുത്ത് ഇങ്ങനെ ചെതറിച്ച് ഇടുകയല്ലേ, അതിനല്ലേ വിതയ്ക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമുക്ക് വിതയ്ക്കുമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയം വേറൊന്നാണ്. പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ ഗോഡ് സ്കാറ്റേഴ്സ്,
ചിതറിച്ച് കളയും എന്ന്. അപ്പൊ ന്യായവിധിയാണ് അവിടെ കാണുന്നത്. യഹോവ അവനോട് ആ അവന് ജസ്രയേൽ ദൈവം ചിതറിക്കും എന്ന് പേർ വിളിക്കുക. അപ്പൊ അവിശ്വസ്തതയ്ക്കുള്ള ന്യായവിധിയും ശിക്ഷയും സമീപിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വേറെ 2 മക്കളെ കാണാം, ഒരു മകളും ഒരു മകനും നമുക്ക് കാണാം. 6-ാം വാക്യത്തില് അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട് അവൾക്ക് ലോരുഹമ കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കാം. ലോരുഹമ എന്ന് പറഞ്ഞാൽ കരുണ ലഭിക്കാത്തവൾ എന്നും, പിന്നെ ഒരു മകനും കൂടെ ഉണ്ടാകുന്നുണ്ട് 8-9 വാക്യങ്ങളില്. അവൾ ലോരുഹാമയെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന് ലോ അമ്മി എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കാം. നിങ്ങൾ എന്റെ ജനമല്ല. ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു എന്നതിന്റെ പ്രതീകമാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗോമർ വ്യഭിചാരിണി ആയതുപോലെ ദൈവജനമായ ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ സേവിച്ചു. അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന പരസംഗം എന്ന് പറയുന്നത്. എന്നാൽ ഇത് വഴി ദൈവം നൽകാൻ ആഗ്രഹിച്ച സന്ദേശം വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അമ്മി ലോ മാറ്റി, ലോ രുഹായും ലോ അമ്മിയും മാറ്റിയിട്ട് എൻ്റെ ജനം കരുണ ലഭിച്ചവൾ എന്നാക്കുന്നത് നോക്കുക. നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എൻ്റെ ജനമെന്നും. അമ്മി എൻ്റെ നേരത്തെ എങ്ങനെയായിരുന്നു? ലോ അമ്മി എന്നായിരുന്നു. ഇപ്പൊ ലോ എന്ന് പറയുന്ന ആ പദം മാറ്റി, എന്നിട്ട് അമ്മി എന്ന് മാത്രമാക്കി. അപ്പൊ എൻ്റെ ജനം എന്നും കരുണ ലഭിച്ചവൾ എന്നും, സഹോദരിമാർക്ക് രൂഹമ ലോ ഇല്ല, മറ്റേ നേരത്തെ ലോ ഉണ്ടായിരുന്നു. കരുണ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പീൻ. കരുണ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പിൻ. വ്യവഹരിപ്പിൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പിൻ. അപ്പൊ ഇവിടുത്തെ ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഇസ്രായേലിന്റെ ഭർത്താവായിട്ട്, അല്ലെങ്കിൽ ദൈവം ഭർത്താവും ഇസ്രായേൽ ഭാര്യയുമായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. യിരെമ്യാവ് 31:32 അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു. ആ വാക്യം വായിച്ചാൽ കാര്യം പിടികിട്ടും. യിരെമ്യാവ് 31:32. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈപ്പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു യഹോവയുടെ അരുളപ്പാട്. അതൊരു പ്രത്യേക തരത്തിൽ വിഷ്വലൈസ് ചെയ്ത് ദൃശ്യഗോത്രമായിട്ട് അവർക്ക് ഒരു പ്രവാചകനെ ഉപയോഗിച്ച് കാര്യം കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗോമർ തന്നെ ജാരന്മാർക്ക് അടിമയായി വിറ്റ് കളഞ്ഞതുപോലെ ഈ ജനം തങ്ങളെ തന്നെ അന്യദൈവങ്ങൾക്ക് വിറ്റ് കളഞ്ഞു. പക്ഷേ ദൈവത്തിന് ഇവരോട് ഇപ്പോഴും സ്നേഹമുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നിട്ടും ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്നു മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ. ഇതൊക്കെ ചെയ്തിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത്. കാരണം ദൈവം നിത്യസ്നേഹം കൊണ്ടാണ് അവരെ സ്നേഹിച്ചിരിക്കുന്നത്. മാത്രമല്ല 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇവരെ ദൈവം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അപ്പൊ ആ വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. പക്ഷെ നീ അതിനകത്ത് വിശ്വസ്തയായിട്ട് ഇരുന്നില്ല എന്ന് ദൈവം ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് വീണ്ടും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹോശയ ഗോമറിനെ 15 വെള്ളിക്കാശിന് 1.5 ഹോമർ യവത്തിനും വിലയ്ക്ക് വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. 3:2 വായിച്ചാട്ടെ. 3-ാം അധ്യായത്തിൽ അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും മേടിച്ച്. എന്താ ഈ കാണിക്കുന്നത്? ദൈവം തൻ്റെ പുത്രനെ അയച്ച് സ്വന്തം രക്തം മറുവിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുക്കുന്ന, വിലയ്ക്ക് വാങ്ങുന്ന. പത്രോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഓർമ്മയുണ്ടാവുമല്ലോ, നിഷ്കളങ്കമായ വിലയേറിയ രക്തം. അപ്പൊ ഇതുപോലെ ഇസ്രായേൽ ദൈവത്തിന് കരുണ ലഭിച്ച ദൈവം വീണ്ടെടുക്കുന്ന ജനമായി തീരും എന്ന് ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതാണെങ്കിലും ഈ ജനം പാപം ചെയ്തതുകൊണ്ട് ഒരു അശൂർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആ പ്രവാസ കാലഘട്ടത്തിൽ ഹോശയ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 60-70 കൊല്ലം ഇസ്രായേൽ പ്രവചിച്ചു. അനുസരിക്കായികയാൽ ജനം നാമാവശേഷമായി അവിടെ പ്രവാസികളായിട്ട് അവരുടെ കാലം കഴിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഹോശയുടെ കുടുംബജീവിതത്തിൽ കൂടി അർഹതയില്ലാത്ത സ്ഥാനത്ത് വെളിപ്പെടുന്ന ദൈവകൃപയെ പറ്റിയാണ് ജനത്തെ ഗ്രഹിപ്പിക്കുവാൻ ദൈവം ശ്രമിക്കുന്നത്. പക്ഷേ എന്നിട്ടും ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. ഗോമർ അവിശ്വസ്തയായി പിന്നെയും വഴിതെറ്റി അടിമത്തത്തിലേക്ക് പോകുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും അവരെ പാപത്തിലേക്ക് തന്നെ
പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ വിഷമമാണ് ഈ പുസ്തകത്തിൽ വെളിപ്പെടുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനവുമില്ല. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. ആണോ? ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനവുമില്ല. 11-12 വാക്യങ്ങൾ പറയുകയാണ്, പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തിക്കളയുന്നു. എന്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു. അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു. പരസംഗ മോഹം അവരെ ഭ്രമിപ്പിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ വിട്ടു പരസംഗം ചെയ്യുന്നു. അപ്പോൾ ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പരസംഗം, പുതുവീഞ്ഞ് അല്ലെങ്കിൽ മദ്യപാനം, വിഗ്രഹാരാധന, ഇതെല്ലാം അവരെ അപകടത്തിലാക്കുന്നു. 18-ാം വാക്യത്തിൽ മദ്യപാനം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 4:18 മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. കണ്ടോ? മദ്യപാനം, പരസംഗം, ഇതെല്ലാ കാലഘട്ടത്തിലും മനുഷ്യനെ വീഴിക്കുന്നതിന് പിശാച് ഉപയോഗിച്ചിട്ടുള്ള തന്ത്രമാണ്. മനസ്സിലായോ? മദ്യപാനവും പരസംഗവും. 4:14 ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. എത്ര കാണിച്ചു കൊടുത്താലും എത്ര പറഞ്ഞാലും ബുദ്ധി, വിവേകം മനുഷ്യന് വരുന്നില്ല. കാരണം അവിടെ ബുദ്ധി അഫലമായിരിക്കുന്നു. പിശാച് അതിനെയൊക്കെ കുരുടാക്കി വെച്ചിരിക്കുന്നു. 4:14 ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. 16-17 വാക്യങ്ങളിൽ ഇവർ ദുശാഠ്യം കാണിക്കുന്നു. അവർ വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കും എന്നും നാം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. ദുശാഠ്യം കാണിക്കുന്നു, വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. ദൈവത്തിന് അവരെ മേയ്ക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല, കഴിയത്തില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ദൈവം അവർക്ക് ന്യായം വിധിക്കുന്നു. 5:2 നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു. ശാസകൻ, ഓർക്കുന്നുണ്ടോ? 5:2 മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു, ഞാനോ അവർക്ക് ഏവർക്കും ഒരു ശാസകനാകുന്നു. 14-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില്, ഞാൻ എഫ്രൈമിനെ ഒരു സിംഹം പോലെയും. ഒരു സിംഹം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ശിക്ഷ കൊടുക്കും എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. യഹൂദ ഗൃഹത്തിനെ ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രവചനത്തിൽ മൊത്തത്തിൽ ദൃഷ്ടാന്തങ്ങളാണ്. പ്രവാചകൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, പ്രവാചകൻ തന്നെ ഒരു ദൃഷ്ടാന്തമാണ്, കൂടാതെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കുകയാണ്. ഞാൻ ആ ദൃഷ്ടാന്തങ്ങളുടെ ഒരു പട്ടിക തരാം, അത് വെച്ച് കൂടുതൽ പഠിക്കുക. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിശ്വസ്തയായ ഒരു ഭാര്യയുടെ ദൃഷ്ടാന്തമാണ് നമ്മൾ കാണുന്നത്. 3:1 വേണമെങ്കിൽ ഒന്ന് വായിച്ചു. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. വ്യഭിചാരിണിയായ സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ അവിശ്വസ്ത ഭാര്യ, എന്നാലും കർത്താവ് അവരെ പിന്നെയും സ്നേഹിക്കുന്നു. രണ്ടാമത്തെ ഒരു ചിത്രം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ അല്പം മുമ്പ് വായിച്ചു. മദ്യപാനം. 4:16 ദുശാഠ്യമുള്ള ഒരു പശുക്കിടാവ്, അത് നമ്മൾ വായിച്ചതാണല്ലോ. 6:9 പതിയിരിക്കുന്ന കവർച്ചക്കാരുടെ ഒരു കൂട്ടം. 6-ാം അധ്യായം പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ. അപ്പം 7:4 വ്യഭിചാരവും ദുർനടപ്പും, ഇതെല്ലാം പ്രതീകങ്ങളാണ്. അവർ എല്ലാവരും വ്യഭിചാരികളാകുന്നു. എല്ലാവരും വ്യഭിചാരികൾ. ഇപ്പോൾ ദുർനടപ്പ്. 7:7 ചൂട് പിടിച്ച അപ്പക്കൂട്, ഹോട്ട് ഓവൻ. ഓവൻ എന്ന് പറഞ്ഞാലായിരിക്കും അപ്പക്കൂടെന്ന് പറഞ്ഞാൽ. അവരൊക്കെയും അപ്പക്കൂട് പോലെ ചൂട് പിടിച്ച അപ്പക്കൂട്. 7:8 മറിച്ചിടാത്ത ദോശ. എഫ്രൈം, ജാതികളോട് ഇടകലർന്നിരിക്കുന്ന എഫ്രൈം മറിച്ചിടാത്ത ദോശ. 9 അവിടെ നരച്ചിരിക്കുന്നു. ഇതെല്ലാം പ്രതീകങ്ങളാണ്. അവൻ അവിടെ നരച്ചിരിക്കുന്നു എങ്കിലും അവൻ അറിയുന്നില്ല. 7:11 പൊട്ടപ്രാവ്. 7:11 നോക്കിയാട്ടെ. എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ. 7:16 വഞ്ചനയുള്ള വില്ല്. ഇതെല്ലാം പ്രതീകങ്ങളാണ്. വഞ്ചനയുള്ള വില്ല് പോലെയാകുന്നു. 8:7 കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യുന്നു. 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അവർ കാറ്റ് വിതച്ചു ചുഴലിക്കാറ്റ് കൊയ്യും. 8:9 കാട്ട് കഴുത. ഇതെല്ലാം പിക്ചേഴ്സ് ആണ് ഇവരെങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതിന്റെ. കാട്ടുകഴുത അശൂരിലേക്ക് നടക്കുന്ന പോലെ. 8:8 ഇഷ്ടമില്ലാത്ത പാത്രം. ഇഷ്ടമില്ലാത്തൊരു പാത്രമായിട്ടാണ് അവരിയ്ക്കുന്നത്. ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെ ഇരിക്കുന്നു. 10:1 പടർന്ന മുന്തിരിവള്ളി. എത്രയോ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണുക. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. 10:12 ഒരു പ്രധാനപ്പെട്ട, ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തരിശു നിലം ഉഴുവീൻ. അത് വായിക്കാം. നീതിയിൽ വിതപ്പിൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ,
നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിക്കേണ്ടതിന്, യഹോവയുടെ നിങ്ങളുടെ മേൽ നീതി വർഷിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലമാകുന്നുവല്ലോ. അവനെ അന്വേഷിക്കുക, അതിനായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ സന്ദേശം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യാപരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്, കൃപയെന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ് ലവ്, നമുക്കൊരു അർഹതയില്ല, ഇങ്ങനെ നടക്കുന്ന ഒരു വ്യഭിചാരിണിയ സ്ത്രീ ഇനി എന്തെങ്കിലും കരുണ അർഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷെ കർത്താവ് പിന്നെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവരെ മടക്കി വരുത്താനായിട്ട് ദൈവം ചെയ്യുന്ന നടപടികളെക്കുറിച്ചാണ് 11-ാം അധ്യായം മുതൽ പറയുന്നത്. 11-ന്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. കണ്ടോ, ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നുപോയി. ബാൽ വിഗ്രഹങ്ങൾക്ക് അവർ ബലി കഴിച്ചു. വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എന്റെ ഭുജങ്ങളിലെടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. അവരോട് ചുരുക്കം പറഞ്ഞാൽ, അവർ തെറ്റിലേക്കും അവിശ്വസ്തതയിലേക്കും പോയിട്ടും മറക്കാത്ത, ഉപേക്ഷിക്കാത്ത ദൈവസ്നേഹം, നിലനിൽക്കുന്ന നിത്യസ്നേഹം അവരെ തേടി അവരുടെ പിന്നാലെ ചെന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സുവിശേഷം, അല്ലേ? മനുഷ്യർ തന്നെയല്ലേ ചെയ്യുന്നത്. എത്ര ദൈവം സ്നേഹിച്ചിട്ടും അത് മനസ്സിലാക്കാതെ പാപത്തിലേക്കും ലോകത്തിലേക്കും ജഡീക താല്പര്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അവരെ ദൈവം സ്നേഹപാശത്താൽ വലിച്ചടുപ്പിക്കുന്നതാണ് സുവിശേഷം. അത് ഈ പുസ്തകത്തിൽ നന്നായിട്ടുണ്ട്. ആൻഡ് ഫൈനലി 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നത്, ആത്യന്തികമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ജനമായതുകൊണ്ട് അവർ പുനഃസ്ഥാപിക്കപ്പെടും, അവർ മടങ്ങി വരും. 14-ാം അധ്യായത്തിൽ നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. 4-ാം വാക്യം, 14-4, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അത് മാത്രമല്ല, വീണ്ടും പറഞ്ഞു, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. കണ്ടോ, ഞാൻ അവരെ ഔദാര്യമായി എന്ന് പറഞ്ഞാൽ കണക്കൊന്നും നോക്കാതെ ഇനിയും സ്നേഹിക്കും, ഔദാര്യമായി സ്നേഹിക്കും. 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രഷ്, ഐ വിൽ റിഫ്രഷ് ഇസ്രായേൽ. അവർക്ക് വീണ്ടും ഒരു പുതുജീവൻ നൽകി അവരുടെ പ്രാണനെ ഞാൻ തണുപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അവൻ താമര പോലെ പൂത്ത് ലെബനോൻ വനം പോലെ വേരൂന്നും. അതെ, അതുകൊണ്ട് 5-ാം വാക്യത്തിൽ പറഞ്ഞു അവൻ വേരൂന്നും, ഗ്രോയിങ്, വളരും എന്നാണ് അതിന്റെ അർത്ഥം. 6-ാം വാക്യത്തിൽ അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ ആയിരിക്കും. അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും, അവന്റെ വാസന, ഫ്രാഗ്രൻസ്, അവന്റെ വാസന ലെബനോനെ പോലെ ഇരിക്കും. അതെല്ലാം മടങ്ങി വരും എന്നുള്ളതാണ്. 7-ാം വാക്യത്തിൽ പറഞ്ഞു അവന്റെ ധാന്യം വിളയിക്കും. വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. 8-ാം വാക്യം, ഞാൻ അവന് ഉത്തരമരുളി അവനെ കടാക്ഷിക്കും. ദൈവത്തിന്റെ കമ്പാനിയൻഷിപ്പ്, ദൈവത്തിന്റെ കൂട്ടായ്മ ദൈവം അവർക്ക് കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഞാനിതുവരെ ഹോശയെക്കുറിച്ചാണ് പറഞ്ഞു പോയത്, ഹോശയെ ബേസ് ചെയ്ത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, പുസ്തകത്തിലെ അധ്യായങ്ങളും വിഭജനവും ഒന്നും പറഞ്ഞില്ല. അതുകൂടെ പറഞ്ഞേക്കാം. അതായത് പ്രവചിച്ച സമയം 2 രാജാക്കന്മാർ 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പാപം എന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത ലൈംഗികതയും വിഗ്രഹാരാധനയുമായിരുന്നു. സന്ദേശം മടങ്ങി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക, നാം യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക എന്നുള്ളതാണ്. ആകെ 14 അധ്യായങ്ങളാണുള്ളത്. എഴുത്തുകാരൻ ഹോശയാണ്. വിഭജനം 1 മുതൽ 3 വരെ, 4 മുതൽ 14 വരെ, 2 ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ 1 മുതൽ 3 വരെ ഹോശയ തൻ്റെ വിവാഹം ദൈവവും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ താരതമ്യം ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയുന്നതെന്ന് തോന്നും. പക്ഷേ അതൊരു പ്രതീകമാണ്. ദൈവം ഇസ്രായേലിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രതീകാത്മകമായ വിവരണമാണ് ആദ്യത്തെ 3 അധ്യായങ്ങൾ. 4 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ പാപം, ന്യായവിധി, ആത്യന്തികമായിട്ട് ഇസ്രായേലിന് ലഭിക്കുന്ന അനുഗ്രഹം, ഈ 3 കാര്യങ്ങളാണ്. പാപം ചെയ്തു, ദൈവം അവരെ ന്യായം വിധിക്കുന്നു, പക്ഷേ ഫൈനലി അവർക്ക് റെസ്റ്റോറേഷൻ ഉണ്ട്. നമുക്ക് ആ ഭാഗത്തു നിന്ന് 1-2 വാക്യങ്ങൾ കൂടി നോക്കി നിർത്താം. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു. ഇസ്രായേലേ, നീ നിന്റെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു നടക്കുക. ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു. 9-ാം വാക്യം, 9-9, വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു. പരസംഗം ചെയ്തു എന്ന് മാത്രമല്ല, വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു. ഗിബെയയുടെ കാലത്തെന്ന പോലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, തന്നെ ഉണ്ടാക്കിയവനെ മറന്ന്
മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. 13:16 അവർ ദൈവത്തോട് മത്സരിച്ചു. ഇതൊക്കെയാണ് അവരുടെ കുഴപ്പം. അതുകൊണ്ടാണ് ന്യായവിധി വരുന്നത്. 13:16 ശമരിയ തന്റെ ദൈവത്തോട് മത്സരിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിവരണങ്ങളാണ് ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത്. ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഇതിനകത്തെല്ലാം എഫ്രൈം എന്നുള്ള ഒരു വാക്കിങ്ങനെ ആവർത്തിച്ച്, എഫ്രൈം മറിച്ചിടാത്ത ദോശ, അവൻ അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു. അപ്പോൾ ആരാണ് ഈ എഫ്രൈം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരാം. പാപം ചെയ്ത ഇസ്രായേലിനെ ഈ പുസ്തകത്തിനകത്ത് എഫ്രൈം എന്നാണ് വിശേഷിപ്പിച്ച്. ഇസ്രായേലിന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. 37 പ്രാവശ്യം ഈ 14 അധ്യായങ്ങളിൽ എഫ്രൈം എന്നുള്ള പ്രയോഗമുണ്ട്. അത് ഇസ്രായേലിനൊരു പകരം, ഒരു പര്യായ പദമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ഇസ്രായേൽ മടങ്ങി വരും, ദൈവം അവരെ സ്വീകരിക്കും എന്നും ഈ പുസ്തകം പറയുന്നുണ്ട്. 3:5 14:4 മാത്രം നമുക്ക് വായിക്കാം. മടങ്ങി വരും എന്നുള്ളതിൻ്റെ തെളിവായിട്ട്. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവന്റെ നന്മയെങ്കിലേക്കും വരും. ഭാവി കാലത്ത് അവർ മടങ്ങി വരും. 14:4 ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുകയാണ്. ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അവർ മടങ്ങി വരും. ഔദാര്യമായിട്ട് സ്നേഹിച്ച് അവരെ ചികിത്സിച്ച് സൗഖ്യമാക്കി അവർ മടങ്ങി വരും. ഇതിനകത്ത് സഭയുടെ ഒരു ചിത്രമുണ്ടെന്നുള്ളതാണ് നമുക്കിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കാനായിട്ടുള്ളത്. അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞാടിൻ്റെ കല്യാണം, ഇവിടെ ഒരു കല്യാണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അതുകൊണ്ട് കാന്തയും തന്നെത്താൻ ഒരുക്കി വിശ്വസ്തയോടെ ഏകാഗ്രചിത്തതയായിട്ട് കർത്താവിൽ ആശ്രയിക്കണം എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഹോശേയ പ്രവചനത്തിൽ നിന്ന്, ഹോശയുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് കുടുംബജീവിതത്തിൻ്റെ പരിപാവനതയെക്കുറിച്ചും തകർന്ന കുടുംബ ബന്ധങ്ങൾ ദൈവഹൃദയത്തെ തകർക്കുന്നതാണെന്നും ഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെയും പഠിക്കാം. നമ്മുടെ മെയിൻ ക്ലാസ്സിൽ അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ പേജിലെ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ആ കുടുംബജീവിതത്തിൻ്റെ പരിപാവനത ഇതിൽ നിന്ന് എങ്ങനെ പഠിക്കണം എന്ന് ക്ലാസ് എടുത്തിരിക്കുന്നത് കേൾക്കാനായിട്ട് സാധിക്കുമല്ലോ. അവസാനമായിട്ട് ഈ പുസ്തകം പഠിച്ചു തീർക്കുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 13-ന്റെ 14 നമുക്ക് പറഞ്ഞു നിർത്താനായിട്ടുള്ളത്. 13-ന്റെ 5 ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ. ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ലല്ലോ. വണ്ടർഫുൾ. കണ്ടോ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകളെ രക്ഷിക്കുവാൻ ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ എന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. 13-ന്റെ 14 ഞാൻ അവരെ വീണ്ടെടുക്കും. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. ഇതാണ് ദൈവത്തിന് മനുഷ്യരോടും സഭയോടും ഇസ്രായേലിനോടും ഒക്കെ ഉള്ള പ്രതിബദ്ധത. ദൈവം അതിൽ നിന്ന് പിന്മാറുന്നില്ല. നാം എങ്ങനെയൊക്കെ പോയാലും നമ്മെ സ്നേഹിച്ച, നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് പറയുകയാണ്, ഞാനവരെ പാതാളത്തിൻ്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. ഞാനല്ലാതെ ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു രക്ഷിതാവ് ഇല്ലല്ലോ. ഇങ്ങനെ ഇത്ര വലിയൊരു രക്ഷകനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നമ്മുടെ ഹൃദയങ്ങളെ അവങ്കൽ ഏകാഗ്രമാക്കുകയും ചെയ്യാം. അവിടെ നമ്മുടെ ഹൃദയം വഷളായി പോകാതെ, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ ചതിക്കപ്പെടാതെ, കെണിയിൽ വീഴാതെ കർത്താവിൽ തന്നെ ഏകാഗ്രചിത്തന്മാരായി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കർത്താവിൽ തന്നെ ചാരാം. എന്നാൽ ആ ഭാഗം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 2 ദിനവൃത്താന്തം 16 വായിക്കുകയാണെങ്കിൽ 9-ാം വാക്യമാണ് വായിക്കുന്നത്. നമ്മളതിൻ്റെ ഒരു ഭാഗമേ വായിക്കുന്നുള്ളൂ. അതിൻ്റെ താഴെ പറയും, ഇതിങ്കൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു എന്നും കൂടെ ഉണ്ട്. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. മുഴുവൻ വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അത്ര എടുക്കാറുള്ളൂ. പക്ഷെ അതിന് തൊട്ടടുക്ക ഒരു ലൈൻ പറയുകയാണ്, ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഭോഷത്വം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ആ രാജാവിൻ്റെ ചരിത്രം താഴോട്ട് വായിച്ചാൽ എന്തൊക്കെ പിന്നെ സംഭവിച്ചു എന്നുള്ളത് കാണാം. അതുകൊണ്ട് നമുക്ക് ഏകാഗ്രചിത്തന്മാരായി കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവനിൽ തന്നെ നമ്മുടെ എല്ലാ താല്പര്യങ്ങളും അർപ്പിച്ചുകൊണ്ട് പരസംഗം ചെയ്യാതെ കർത്താവിൻ്റെ നിർമ്മല കന്യകയായി വെളിപ്പെടുവാൻ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയായി തീരുവാൻ ഈ പഠനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ഈ മുഖവരകളോടുകൂടെ
ചെറിയ വിവരണങ്ങളോടുകൂടെ ഹോശയുടെ പ്രവചനം വീണ്ടും വായിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും സഭാജീവിതത്തെയും പരിപാവനമായി സൂക്ഷിക്കുവാൻ ഈ പഠനം നിങ്ങളെ സഹായിക്കും. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.